റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ട് പുതിയ സിനിമകളുടെ അനൗൺസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിൽ ഒരെണ്ണം മമ്മൂക്കയും പൃഥ്വിരാജും കൂടെ ഒന്നിക്കുന്നൊരു സിനിമയാണ്. അതായത് പൃഥ്വിരാജ് അതിൻ്റെ നായക കഥാപാത്രമായിട്ട് മമ്മൂക്ക ഒരു പ്രതിനായകനായിട്ടാണ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലെ ഒരു പ്രമുഖയായ നടി മമ്മൂക്കയെ വെച്ചിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നെന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നടി എന്ന് പറയുന്നത് പാർവതിയാണ് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് പിന്നീട് അതേ തുടർന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ളൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന കുറുപ്പിൻ്റെ കഥ എഴുതിയിട്ടുള്ള ജിതിൻ കെ ജോസ് ആണ് ഈ മമ്മൂക്ക പൃഥ്വിരാജ് സിനിമ സംവിധാനം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, ഈ മമ്മൂക്കയും പൃഥ്വിരാജും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സിനിമ കുറച്ച് അതിൻ്റെ ആരംഭഘട്ടത്തിൽ മമ്മൂക്കയും ദുൽഖറിനെയും വെച്ചിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന സിനിമയാണ്. അതായത് മമ്മൂക്കയും ദുൽഖറുമായിരിക്കും ആ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് എൻ്റെ സംവിധായകനെക്കുറിച്ച് ഇപ്പോൾ ജിതിൻ കെ ജോസ് എന്നുള്ള വാർത്തകളൊന്നും അന്ന് പുറത്ത് വന്നിരുന്നില്ല. പക്ഷേ ദുൽഖറിൻ്റെ അന്യഭാഷയിലുള്ള തിരക്ക് മൂലവും പിന്നെ സ്വാഭാവികമായിട്ട് മമ്മൂക്കയും ദുൽഖറും കൂടി ഒരു സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ മമ്മൂക്ക ഒരു പച്ചക്കൊടി കാണിക്കാത്ത സാഹചര്യത്തിലുമാണ് ആ റോളിലേക്ക് പൃഥ്വിരാജ് വരുന്നത്. ഏതായാലും ജിതിൻ കെ ജോസിൻ്റെ സിനിമയാണ്. മമ്മൂക്കയും പൃഥ്വിരാജും കൂടെ നമുക്കറിയാം പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒന്നിക്കുമ്പം അതിശക്തമായിട്ടുള്ള ഒരു കഥയായിരിക്കും. ഇപ്പോൾ അതിനകത്ത് അവർ ജ്യേഷ്ഠനും അനുജനുമായിട്ടാണ് അഭിനയിച്ചതെങ്കിൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നായകനും വില്ലനും എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് പൊരുതുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന രണ്ട് ആൾക്കാരായിട്ടാണ് സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ മറ്റൊരു സിനിമ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ്. നമുക്കറിയാം സൗബിൻ്റെ സിനിമയും ടിനു പാപ്പച്ചൻ്റെ സിനിമയും അങ്ങനെ പലരുടെ സിനിമയും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു സൗബിൻ്റെ സിനിമയോടൊപ്പം പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു സിനിമ നിസാം ബഷീറിൻ്റെ സിനിമയാണ്. അതായത് നമ്മുടെ റോഷാക്കും കെട്ടിയോളാൻ്റെ മാലാക പോലെയുള്ള പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നിസാം ബഷീറിൻ്റെ സിനിമയിലേക്കൂടെ ആയിരിക്കും ദുൽഖർ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നതെന്നും അതിനുശേഷമായിരിക്കും സൗബിൻ്റെ സിനിമ ആരംഭിക്കുമെന്നുള്ള വാർത്തകളുമുണ്ട്. ഇതിന് രണ്ടെണ്ണത്തിനും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല ഇപ്പം അവരുടെയൊക്കെ ഫാൻസ് പേജിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഫാൻസ് പേജിൽ വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇത് രണ്ടും ഈ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള രണ്ട് സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക്